ഇന്നത്തെ സദ്യ വിഭവം പഴവും പൈനാപ്പിളും വെച്ചുള്ള നല്ലൊരു മധുര പച്ചടിയാണ്. എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിൻ്റെ ആ ഒരു അളവനുസരിച്ച് നമ്മൾ നേന്ത്രപ്പഴം അര ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഒരുപാട് വേണ്ട. ഒരു പൈനാപ്പിളിന് അര കഷ്ണം പഴം. ഇനി അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ ചിരവിയതും ഒരു പച്ചമുളകും കൂടെ കുറച്ച് കടുകും ആവശ്യമുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ചെടുത്താൽ മതി. നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി പഞ്ചസാര നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയാണിത്, നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കാറില്ലേ, മധുരമുള്ള ചെറി. ഈ ഒരു ചെറിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്, കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട്. ഇനി ഈ ഒരു പൈനാപ്പിൾ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. അതേപോലെ തന്നെയാണ് പഴവും, നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. ഇതേപോലെ പൈനാപ്പിളും പഴവും നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ ഏതാണോ പാത്രം എടുക്കുന്നത് അതിലേക്ക് ഈ പഴവും പൈനാപ്പിളും ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അത് രണ്ടും ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 സ്പൂണോളം ചേർക്കുന്നുണ്ട് വെള്ളം. അതിനുശേഷം അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈയിൽ വെക്കണ്ട, അടി കരിഞ്ഞു പോവേ. അപ്പോൾ അതോടൊന്ന് ശ്രദ്ധിക്കണം. ഇതേ സമയത്ത് നമുക്ക് കുറച്ച് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് അരച്ചെടുക്കാം. തേങ്ങയും അതുപോലെ പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകുമാണ് ചേർക്കുന്നത്. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടോ നോക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കാനും നോക്കാൻ മറക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കുക, അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത് നന്നായിട്ട് ഉടഞ്ഞു വരണേ, അതാണ് നമ്മുടെ പാകം വരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്, ഇത് ഒന്നുകൂടെ ആവാനുണ്ട്. അപ്പോൾ വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം കുഴഞ്ഞ പാകത്തിന് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ തവി വെച്ചൊന്ന് അമർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെയും അതുപോലെ പൈനാപ്പിളിൻ്റെയും അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം എത്രയാണോ അതനുസരിച്ച്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇനി മൂടി വെച്ചിട്ട് ഒന്ന് ആ ഒരു പഞ്ചസാര എല്ലാം അതിലേക്ക് ചേരുന്ന രീതിയിൽ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞു ഇതിലേക്ക് പഴത്തിലേക്ക് ചേർന്നിട്ടുണ്ട്, നമ്മുടെ പൈനാപ്പിളിലേക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ആ ഒരു തേങ്ങ, ആ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, അതുപോലെ മൂടി വെക്കും വേണ്ട. നമുക്ക് ഇളക്കിയെടുത്ത് ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൽ ഇനി ചെറിയൊരു തള വരും ചെറുതായിട്ട്. ഈ ഒരു പാകെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടി. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് അതിന് വെള്ളം വറ്റി വരും, കുറച്ച് കട്ടിയാവും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ പച്ചടിയിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി വെക്കുക. ഇതിന് ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ ചെറി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മീതെ ചെറി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ പഴം പച്ചടി. അപ്പോൾ നമ്മുടെ സദ്യയിലെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.